ചിലവരുടെ റെഡിയാവും ചിലവരുടെ റെഡിയാവില്ല. എൻ്റെ റെഡിയായില്ല. ഏതായാലും ഇപ്പം എൻ്റെ ഏതായാലും നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിച്ച പോലെ റെഡിയായി പോകുന്നുണ്ട്. അതേമാതിരി നിങ്ങളതും റെഡിയാവും. അൽഹംദുലില്ലാഹ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് അതിന് പറയാൻ അൽഹംദുലില്ലാഹ് എൻ്റെ ഞാൻ അങ്ങനെ പഠിച്ചു പോകണോണ്ട് അല്ലെങ്കിൽ നല്ല റാഹത്തായി പോകുന്നുണ്ട്. ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മുമ്പ് വൈറലായിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഡയലോഗ് പറഞ്ഞ ഒരാൾ. കാരണം ആ ഡയലോഗ് അവസാനം മിൽമ കമ്പനി വരെ കോപ്പി അടിച്ചൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ എന്തായാലും ആളെ നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളെ ഫായിസ് എന്ന് പറയുന്ന ആ ഒരു കൊച്ചുമോന് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫായിസിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്താണെന്നും ഫായിസ് ഇന്ന് എവിടെയാണെന്നും എന്താണ് ചെയ്യുന്നതൊക്കെ നമുക്ക് വീഡിയോയിൽ സംസാരിക്കാം. എന്തായാലും ഞാനുള്ളത് ഫായിസിൻ്റെ വീട്ടിലാണ് കേട്ടോ. ചിലവരുടെ റെഡിയാവും, ചിലവരുടെ റെഡിയാവില്ല. എൻ്റെ റെഡിയായില്ല. എൻ്റെ ഇങ്ങനെ 2 ഷേപ്പായിട്ട് ആയി വന്നത്. അപ്പോൾ എൻ്റെ റെഡിയായില്ല. എൻ്റെ ഒരു വേറെ മോഡലാണ് വന്നത്. ചിലത് റെഡിയാവും, ചിലത് റെഡിയാവൂല. റെഡിയാവില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്ന മുഹമ്മദ് ഫായിസ് പങ്കുവെച്ച വാക്കുകൾക്ക് പുറകെയായിരുന്നു മലയാളികൾ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാം ലൈക്ക് അടിച്ച് കാണാം. അത് മാത്രമല്ല ഫായിസിൻ്റെ പുതിയ വിശേഷങ്ങളാണ്. നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നേരെ നമുക്ക് ഫായിസിന് കണ്ടുനോക്കാം. ആളോടെ ഉണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. ഓക്കെ, കുറേ കാലമായി കാണണം വിചാരിക്കുന്നു. സുഖല്ലേ? ഓക്കെ. അന്ന് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ടാ പോയി? പിന്നെ ഞാൻ മതപരമായ ഒരു രീതിയിൽ പഠിച്ച് വളരാൻ വേണ്ടി പോയി. ഓക്കെ. പിന്നെ പഠനം മുന്നോട്ട് പോയി കൊടുക്കുക അല്ലേ? എത്ര ക്ലാസ് പഠിക്കണേ? ഇപ്പോൾ 9ലാണ് പഠിക്കുന്നത്. ഓക്കെ. പിന്നെ എവിടെ പഠിക്കുന്നത്? എവിടെയാണ് പഠിക്കുന്നത്? മജ്മ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ നിന്ന് പഠിച്ചാണ് ദേവേലി, അരീക്കോട് തെറ്റമല അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് ഫായിസ് മോൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലുള്ളത്. റെഡി അല്ലേ? യാദൃശ്ചികമായിട്ട് ഞാൻ ഒരുപാട് കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു അവസരം കിട്ടി. ഏതായാലും കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ ഫായിസ് മോൻ്റെ ആ പഴയ വീഡിയോ ഞാനിവിടെ സെൻഡ് ആക്കുന്നില്ല, കാരണം എല്ലാവരും ഒരുപാട് പേര് കണ്ടൊരു വീഡിയോ ആണല്ലേ. എന്തായാലും ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ സംഭവിച്ചത്? ഞാൻ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ ചിലത് റെഡിയാവും ചിലത് റെഡിയാവില്ല. എൻ്റെ റെഡിയാവും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞാണോ അത് അറിയാതെ പറഞ്ഞു? അതാണ് അത് ആഗ്രഹിച്ച് പറഞ്ഞല്ല. അപ്പം ഉണ്ടാക്കണ ഇടയിൽ തെറ്റി പോയപ്പോൾ അത് അറിയാതെ തൊള്ളിന് വന്ന് പോയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ പഠിച്ചാൻ പോയി. അല്ല, ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ സംഭവിച്ചത്? ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമ്മ അപ്പ എല്ലാവരും നല്ല സന്തോഷം അറിയിച്ചു, അഭിനന്ദനങ്ങൾ തന്ന്. വീഡിയോ എടുത്ത ഞാൻ ബുക്ക് ഇങ്ങനെ അട്ടിക്കച്ച് അവിടെ മൊബൈലിൽ ചാരി യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ ഉണ്ടാക്കിയതല്ലേ? യൂട്യൂബ് ചാനലിലേക്ക് ഉണ്ടാക്കിയല്ല, സാധാ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തേന്. അപ്പോൾ സ്റ്റോറേജ് അറിഞ്ഞെടുക്കണ താത്ത കണ്ടപ്പോൾ അത് ഓലിതാക്കി ഏളാമ്മക്കോട്ട് കൊടുത്ത് എളാപ്പക്കോട്ട് കൊടുത്ത് എളാപ്പ ഫുള്ളും വാട്സപ്പ് വിട്ടു. എളാപ്പക്ക് മനസ്സിലായില്ലേ ഞാനാണ്. അപ്പോൾ എളാപ്പ